UDF-ലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും നിന്നത്. ഞാനൊരു അവകാശവാദം കൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു, അതിപ്പോൾ ശരിവയ്ക്കുന്നു. UDF എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പോലെ എല്ലാവരും അല്ല, കുറേ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല. എന്തുകൊണ്ടാണ് വിജയിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഇന്നത്തെ UDF കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം. ഇത് ഇന്നൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ മാറ്റം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിൻ്റെ തുടർച്ചയാണ്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും ഈ ലോക്കൽ ബോഡിയിലേക്ക് നടന്ന വിജയത്തിൻ്റെയും പ്രധാന കാരണം ടീം UDF എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. LDF-ന്റെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം, വെറുക്കുന്നു. എല്ലാ സർക്കാരുകളോടും കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ ജനം വെറുക്കുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായി സർക്കാർ മാറി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കാണിച്ച വർഗീയതയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയത, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത. ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കൊണ്ടു നടന്ന പല ആളുകളും ഈ വർഗീയത ആളിക്കെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. വർഗീയത BJP-യുടെ അതേ അജണ്ടയാണ് CPM ഉണ്ടാക്കിയത്. BJP ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണ്. അവർ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിക്കാൻ ശ്രമിച്ചപ്പോൾ CPM അതേ പാതയിലൂടെ സഞ്ചരിച്ചു. ഇന്ന് BJP-ക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM കളിച്ച ഈ ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ്. അതിൻ്റെ ഗുണഭോക്താവ് CPM ആയിരുന്നില്ല, BJP ആയിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതാണ്. 1987 EMS നമ്പൂതിരിപ്പാട് എടുത്ത തന്ത്രം 2025-ലും 26-ലും വിലപ്പോയില്ല. അദ്ദേഹത്തിൻ്റെ 87-ലെ തന്ത്രത്തിനന്ന് ഗുണമുണ്ടായി. ഇന്ന് അതല്ല. ഇന്ന് അതിൻ്റെ ഗുണഭോക്തായി മാറുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരിക്കും എന്ന UDF-ന്റെ മുന്നറിയിപ്പിന് അടിവരയിടുന്ന സംഭവം കൂടിയാണ് ഉണ്ടായത്.